നമ്മളിന്ന് പോകുന്നത് ഉടുപ്പിയിലെ മാൽപ്പേ ബീച്ച് കാണാനാണ്. ഒരു അടിപൊളി ബീച്ചാണ് മാൽപ്പേ ബീച്ച്. ഇതാ നമ്മള് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബീച്ചിലേക്ക് എത്താൻ ഉടുപ്പിയിലെ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ട്. കൂടാതെ ഓട്ടോയ്ക്ക് നമുക്ക് വരാം. ഏകദേശം 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ബീച്ച് വരെ എത്തുന്ന ബസ്സും ഉണ്ട്. പക്ഷെ നമ്മൾ കയറിയ ബസ് ബീച്ച് വരെ എത്തിയിട്ടില്ല. എന്നാലും കുറച്ച് ദൂരേ ഉള്ളൂ നടക്കാനുള്ളത്. നമ്മള് ബീച്ചിലെ എൻട്രൻസിലേക്ക് കയറിയിരിക്കുകയാണ്. എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഒരു അമ്പലത്തിലേക്കുള്ള ഒരു കവാടം കാണാം. കണ്ടില്ലേ, ശിവന്റെ പ്രതിമ. അതേപോലെ മാൽപ്പേ ബീച്ച് ഗസ്റ്റ് ഹൗസുകൾ അവിടെ ഇവിടെ എങ്ങനെ കാണുന്നുണ്ട്. ഇതൊരു അടിപൊളി ഗസ്റ്റ് ഹൗസ് ആണിത്. നമ്മുടെ മത്സ്യകന്യകയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അടിപൊളിയല്ലേ കാണാൻ. അതേപോലെ പലതരത്തിലെ പല മോഡൽ ഗസ്റ്റ് ഹൗസുകൾ ഇവിടെ കാണാം. ഇതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവോരങ്ങളിൽ ഫുള്ള് കച്ചവടക്കാരാണ്. ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ സ്പെക്സ്. ഡ്രസ്സിന് പ്രത്യേകിച്ച് വില കുറവൊന്നും ഇല്ല കേട്ടോ. എന്നാലും എല്ലാ ആളുകളും വാങ്ങുന്നുണ്ട്. കാരണം ബീച്ചാണ്, എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യമാണ് ഡ്രസ്സ്. അതുകൊണ്ട് എത്ര വില കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ സ്പെക്സ്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അവിടെ എത്തുന്നത്. പക്ഷെ നമ്മളൊക്കെ സ്പെക്സ് വെച്ചിട്ടുണ്ട്. ഉച്ച മുതൽ നമുക്ക് സ്പെക്സ് വെക്കാതെ തീരെ നമുക്ക് ആ ബീച്ചിലേക്ക് എത്താൻ കഴിയില്ല. അത്രയും വെയിലാണ്. ഇതാ നമ്മള് നമ്മൾ ഇവിടെ ബീച്ചിൽ എത്തിയിരിക്കുന്ന ബസ്സാണിത്. ഇവിടം വരെ ബസ് സർവീസ് ഉണ്ട്. നമ്മള് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഫുള്ള് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. നമ്മള് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട മിമോസ് ഒരു ബാറാണിത്. പക്ഷെ നല്ല അടിപൊളി മോഡലാണ് അതിന്റെ ഫ്രണ്ട് ഭാഗം കാണാൻ. ബീച്ചായത് കൊണ്ട് സൂപ്പർ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നവര്. കൂടാതെ കണ്ട അതൊക്കെ കണ്ണ വഴിയോരന്ന് വേസ്റ്റ് ബിന്നുകളുണ്ട്. പിന്നെ നമ്മൾ ദൂരെ കണ്ണു ഗാന്ധിജിയുടെ പ്രതിമ കാണുന്നത്. സൂര്യന്റെ ആ പ്രകാശത്തിൽ അത് വ്യക്തമായിട്ട് കാണുന്നില്ല. അതാ നമ്മൾ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഗാന്ധിജി ഇരിക്കുന്ന പ്രതിമ. അടിപൊളിയല്ലേ. ഇത് സൂപ്പർ ബീച്ചാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമോ നിങ്ങൾ ഈ ബീച്ചിൽ നിർബന്ധമായിട്ടും വരണം. അത്രയ്ക്ക് അടിപൊളി ബീച്ചാ. വളരെ നീറ്റ് ക്ലീൻ ആണിത്. കാരണം ബീച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ഈ ബീച്ചിൽ ഒരു തരത്തിലുള്ള വേസ്റ്റുകളൊന്നും തന്നെ ഇല്ല. പേപ്പറോ കുപ്പികളോ. നമ്മൾ പല ബീച്ചുകളും പോയാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കുറെ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. കൂടാതെ ബീച്ചിനെ പറ്റി കണ്ട ഒട്ടക സവാരി ഉണ്ട്. അതേപോലെ കുതിര സവാരി ഉണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഈ മാൽപ്പേ ബീച്ച് അടിപൊളിയാണ്. കാരണം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ബീച്ച്. കാരണം എന്താ വെച്ചാല് കുട്ടികൾക്കുള്ള എല്ലാ തരത്തിലുള്ള ഗെയിം കളികളും ഇവിടെ ഉണ്ട്. അതേപോലെ ഒട്ടക സവാരി, കുതിര സവാരി, അതേപോലെ വാട്ടർ ബലൂണ്, ഇന്ന് വേണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് കണ്ട നമ്മൾ രാവിലെ ഇവിടെ വരികയാണെങ്കിൽ ഇതാ ഓപ്പോസിറ്റ് അപ്പുറത്ത് കാണാൻ പറ്റും നമുക്ക് സെന്റ് മേരീസ് ഐലൻഡ്. അവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ രാവിലെ എത്തണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എത്തിയത് കൊണ്ട് നമുക്ക് അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബോട്ട് സർവീസുകളുണ്ട്. കടലിലൂടെ സർവീസ് നടത്തുന്ന ബോട്ടുകളാണ്. കൂടുതൽ വലിയ ചാർജൊന്നും ഇവർ ഈടാക്കുന്നില്ല. കൂടാതെ ഈ ബീച്ചിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ കർണാടകയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മുടെ മാൽപ്പേ ബീച്ചിലാണ് ഉള്ളത് കേട്ടോ. പിന്നെ കൂടാതെ പാരാസൈലിംഗ് ഉണ്ട്.
ഇവിടെ കണ്ടോ, എല്ലാ ആളുകളും വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ ആളുകൾ മുതൽ ചെറിയ കുട്ടികൾ വരെ. കണ്ടു എത്ര ഉള്ളിലേക്കാ പോയത്. ഒരു പേടിയില്ല ആളുകൾക്ക്. എല്ലാവരും ആസ്വദിക്കുകയാണ്, വലിയവരും ചെറിയവരും എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ബീച്ചിൽ കാണാത്തൊരു പ്രത്യേക വൈബ് തന്നെ നമുക്ക് ഇവിടെ ഈ മാൽപ്പേ ബീച്ചിൽ വന്നാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം അത്രയ്ക്കൊരു നമുക്ക് അത്രയൊരു അനുഭൂതി ഉണർത്തുന്ന ഇതാണ് നമ്മുടെ ഈ ബീച്ച് തരുന്നത്. ഇത് കണ്ടോ, പാരാസൈലിംഗ് ആണ് ഈ കാണുന്നത്. പാരാസൈലിങ്ങിന് 1000 രൂപയാണ് കേട്ടോ ഈടാക്കുന്നത്. അത്രയ്ക്കും ധൈര്യമുള്ള ആളുകളാണ് ഇതിൽ കയറുന്നത്. കണ്ടാ, പാരാസൈലിങ്ങില് ആളുകൾ ബോട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്തോ ഒരു ഭംഗിയാ നമ്മുടെ ഈ ബീച്ച് കാണാൻ. ഇതാ കുതിര സവാരി. വൈകുന്നേരം സമയം കൂടുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയതൊരു വർക്കിംഗ് ഡേയിലാണ്. പക്ഷെ എന്നിരുന്നാലും ആളുകൾ ഇഷ്ടം പോലെ, കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും അധികം ആളുകൾ ഈ ബീച്ചിൽ ഉള്ളത്. കണ്ട, ഇതൊക്കെ വെള്ളത്തിലിറക്കുന്ന കുട്ടികൾക്കുള്ള സാധനങ്ങളാണ്. ഈ കാണുന്നതാണ് വാട്ടർ ബലൂണ്. അടിപൊളിയല്ലേ കാണാൻ വാട്ടർ ബലൂണ്. ഈ വാട്ടർ ബലൂണിന്റെ ഉൾവശം നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ വാട്ടർ ബലൂണിന്റെ ഉൾവശം? ഇതിൽ കടന്ന് ഇങ്ങനെ ഉരുണ്ടിട്ടാണ് വെള്ളത്തിലേക്ക് നീങ്ങുന്നത്. എന്തൊരു ഭംഗിയായി ഈ വാട്ടർ ബലൂൺ കാണാൻ. കണ്ടില്ലേ, ആളുകൾ നിരന്ന് ഫുള്ള് വെള്ളത്തിലെ എല്ലാ ആളുകളും അത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. നല്ല അടിപൊളിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ. നമ്മളെ വീക്ഷിക്കാൻ ലൈഫ് ഗാർഡ്സുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ബ്രിഡ്ജിൽ കയറാൻ. ഈ തിരമാലകൾക്കനുസരിച്ച് ഇങ്ങനെ, അതായത് ഉയർന്നും താന്നും ഇങ്ങനെ കളിക്കും നമ്മുടെ ബ്രിഡ്ജ്. ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ ധൈര്യമുള്ളവർക്ക് കയറി പോകാൻ പറ്റും. നിങ്ങൾ എപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ ഈ ബീച്ചിൽ നിർബന്ധമായി വരണം. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പാരാസൈലിങ്ങും എല്ലാം ആസ്വദിക്കണം. അത്രയ്ക്ക് സൂപ്പറാണ് നമ്മുടെ ഈ മാൽപ്പേ ബീച്ച്. നമ്മുടെ ഈ ബീച്ച് കണ്ടില്ലേ, എത്രയും നല്ല അടിപൊളി. ഇതാ കുട്ടികൾ ആ മണലുകൊണ്ട് എന്തോ ഒരു രൂപം ഉണ്ടാക്കിയെന്ന് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, അവരുടെ ഉടുപ്പിയിൽ എന്തോ ഒരു സംഭവമായിരിക്കും. എന്താ കുട്ടികൾ ഓരോ സ്ഥലങ്ങളിൽ ഇതേപോലത്തെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ ബീച്ചിൽ ആളുകളൊന്നും വേസ്റ്റ് ഇടുന്നില്ല, കാരണം കറക്റ്റ് പ്ലേസിലാണ് വേസ്റ്റ് ബിന്ന് വെച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏത് വേസ്റ്റുകളെല്ലാം അതിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. ആരും പുറത്തൊന്നും വലിച്ചിടുന്നില്ല. അതിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ഒരാൾക്ക് 150 രൂപ ചാർജ്. അതിലെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. എന്തൊരു ഭംഗിയാണ് നമ്മുടെ ഈ ബീച്ച് കാണാൻ. സൂപ്പർ ആയിരിക്കുന്നു. കണ്ടില്ലേ, നമ്മുടെ ഈ വാട്ടർ ബലൂൺ വെള്ളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നു. ആളുകളുടെ കയ്യിലാണ് ഇതിന്റെ കൺട്രോൾ ഉള്ളത്. അതിൻ്റെ ഉള്ളില് ആളുകൾ കയറി കിടന്ന് ഉരുണ്ടിട്ട് അങ്ങനെ പോവുക ചെയ്യുന്നത്. ഇരുന്നും കിടന്നും നമുക്കത് ഇതില് ഈ വാട്ടർ ബലൂൺ ആസ്വദിക്കാൻ പറ്റും.
ഒരുപാട് ദൂരത്തേക്കൊന്നും ഈ വാട്ടർ ബലൂൺ പോയില്ല കേട്ടോ. എന്നാലും ഒരു ഏകദേശ പരിധി വരെ അത് അങ്ങോട്ട് നീക്കുന്നുണ്ട്. ബോട്ടൊന്നും നീങ്ങുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവില്ല, കാരണം കൺട്രോൾ മുഴുവൻ ആളുകളുടെ കയ്യിലല്ല. അവര് ഇവിടെ പിടിച്ചുകൊണ്ടിട്ടാണ് അങ്ങോട്ട് നീക്കുന്നത്. നല്ല അടിപൊളി സംഭവമാണത്. കണ്ട ഓരോ മണൽത്തരികളും നീറ്റായിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ആളുകള് കൂടി കൂടി വരികയാണ്. ഏകദേശം ഒരു 7 മണി 7:30 കൂടി ആളുകളുടെ സന്ദർശനം ഇവിടെ നിർത്തും. പിന്നീട് അതല്ലാതെ വേറെ പ്രോഗ്രാംസുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബീച്ചാണിത്. കാരണം എല്ലാ തരത്തിലുള്ള എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കണ്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഫുൾ ആളുകളാണ്. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് എല്ലാവരും കയറിയിരിക്കുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളെ തോന്നിപ്പിക്കുന്ന പോലുള്ള അതേ കുടിലുകളൊക്കെ വെച്ചിട്ടുള്ള ബീച്ച് സൈഡുകള് കണ്ടില്ലേ? നല്ല അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ കാണാൻ. ബീച്ചിന്റെ സൈഡിലൊക്കെ കോട്ടേജുകളുണ്ട്. കറക്റ്റ് വ്യൂ ബീച്ചിലേക്ക് വരുന്ന വിധത്തിലുള്ള കോട്ടേജുകള്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല. അല്ല, വേസ്റ്റ് ബിൻ ആണ് ഇതൊക്കെ വെച്ചിട്ട്. കറക്റ്റ് ഡിസ്റ്റൻസിൽ വേസ്റ്റ് ബിൻ ഫുള്ള് നിരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, നമ്മുടെ ബീച്ച് ഫുൾ നീറ്റാണ്. വേണ്ട കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള സാധനം അത്. പാരാസൈലിംഗ് ആണത് കാണുന്നത്. 1000 രൂപയാണ് പാരാസൈലിങ്ങിനുള്ള ചാർജ് കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിൽ കയറി, ടീ ഷോപ്പ് കയറിയതാണ്. കോട്ടേജസ് ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി കോട്ടേജുകളാണ് തൊട്ടടുത്തുള്ളത്. ഹൈ ടൈഡ് ആ കോട്ടേജ്. അതുകൊണ്ട് ആളുകളിൽ കൂടി വരികയാണ് ബീച്ചില്. ബീച്ച് നിറഞ്ഞിട്ടുണ്ട് ആളുകള്. ഓപ്പോസിറ്റ് കാണുന്നതാണ് സെന്റ് മേരീസ് ഐലൻഡ്. ഓപ്പോസിറ്റ് അല്ല, സൈഡ് ഭാഗത്താണ് കാണുന്നത്. സൂര്യൻ അസ്തമിക്കാറായിട്ടിരിക്കുന്നു. ഏകദേശം സന്ദർശനം ഇവിടെ നിർത്താൻ സമയമായിരിക്കുന്നു. ഫ്ലോട്ടിങ്ങിൽ ഇതാ ആളുകളെ കണ്ടില്ലേ, തിരമാലയ്ക്ക് അനുസരിച്ച് ഉയർന്നും താഴ്ന്നും ഫ്ലോട്ടിങ് പിടിച്ച് പോകുന്നത്. എന്തൊരു ഭംഗിയാ കാണാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ബീച്ചിലെത്തുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിർബന്ധമായിട്ടും കയറണം കേട്ടോ. പക്ഷെ പേടിക്കാൻ ലൈഫ് ജാക്കറ്റുകളുണ്ട്, ലൈഫ് ഗാർഡ്സ് ഉണ്ട്. എല്ലാവരും ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇത് കണ്ട, ആളുകളെല്ലാം വെള്ളത്തിൽ തന്നെയാണുള്ളത്. വാട്ടർ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ട് സർവീസുകൾ. ആളുകൾ ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നു. കുറേ ബോട്ടുകളുണ്ട്. ഇത് കണ്ടോ, ഹട്ട്സുകൾ, ഓരോ ഹട്ടുകളായിട്ട് ബീച്ചിൽ നിരന്ന് നിൽക്കുന്ന നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ നമ്മള് തിരിച്ചു പോരുകയാണ്. ഏകദേശം നമ്മൾ അവിടുന്ന് ഇറങ്ങി പോരുകയാണ്. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റുകള്. പാരാസൈലിങ്ങും ബോട്ടിങ്ങും എല്ലാത്തിൻ്റെയും റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ മാൽപ്പേ ബീച്ചിനോട് വിട പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.